രാഷ്ട്രീയ ഡോക്ടറിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ലാലേട്ടൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സിനിമയിൽ വലിയ വിജയങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയാം. അതിന് അദ്ദേഹത്തിന് പലതരത്തിലുള്ള പരിഹാസങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം നേരിടുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു നേര് 2023 അവസാനം റിലീസ് ചെയ്ത നേരാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലം കൂടിയുള്ള ഒരു വലിയ തിയേറ്ററിൽ വിജയം നേടിയ ഒരു സിനിമ. അതിനുശേഷം 2024 തുടക്കത്തിൽ വാലിബൻ, മലയക്കോട്ടെ വാലിബൻ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാതെ പോയി. ഇപ്പോൾ ബറോസ് ആണെങ്കിലും ഈ പറഞ്ഞ ഒരു ഡീഗ്രേഡിങ്ങും അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളും കൊണ്ടുമൊക്കെ ബറോസിനും കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഈ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി വരാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു കഥ ആദ്യമായിട്ട് ഒരു നവാഗത സംവിധായകൻ അല്ലെങ്കിൽ മറ്റൊരു പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ അല്ലെങ്കിൽ ഈ ഫിലിം ഫീൽഡിൽ നിലനിന്ന് പോകുന്ന ഒരു സംവിധായകനൊക്കെ വന്ന് അല്ലെങ്കിൽ കഥാകൃത്തൊക്കെ വന്ന് ഒരു കഥ പറയുന്ന സമയത്ത് ആൻ്റണി പെരുമ്പാവൂരാണ് ഇത്തരത്തിലുള്ള ഒരു കഥകൾ കേൾക്കുന്നത് എന്നുള്ള ചില വാർത്തകളുണ്ട്. ഇതൊക്കെ അവരുടെ ഇടയിൽ നടക്കുന്നതാണ്, പുറത്ത് അറിയുന്നത് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ആൻ്റണി പെരുമ്പാവൂരാണ് ഇത്തരത്തിലുള്ള ഒരു കഥ കേൾക്കുന്നതെന്നും അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ മാത്രമേ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകത്തുള്ളെന്നൊക്കെ ഇപ്പം സംവിധായകൻ രഞ്ജിത്തൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് കൊടുക്കും, സിനിമയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചില ആൾക്കാരാണ് അത്തരത്തിലുള്ള അന്നത്തെ പ്രണവത്തിൻ്റെ ഓഫീസ്, ഇന്നിപ്പോൾ പ്രണവം ഇല്ല, ഇന്നിപ്പോൾ ആശീർവാദ് വേറെയാണല്ലോ. പ്രണവത്തിൻ്റെ ഓഫീസിലിരിക്കുന്ന ചില ആൾക്കാർ അതിനെ തിരുത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്. കാര്യം നമ്മൾ ഒരുപാട് രാത്രികളിൽ ഉറക്കമുളച്ചിരുന്ന് എഴുതുന്ന സ്ക്രിപ്റ്റ് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു അത്തരത്തിലുള്ളൊരു ഭേദഗതിയൊക്കെ വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഇപ്പം എനിക്കൊന്ന് ബറോസ് എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നവോദയയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തി അതിൻ്റെ പേരിൽ ലാലേട്ടനുമായിട്ടുള്ള വിയോജിപ്പും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഇപ്പം ലാലേട്ടൻ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലാലേട്ടനോട് അടുത്തു നിൽക്കുന്ന ആരൊക്കെയോ ഇപ്പം അവരുടെ ഏറ്റവും അടുത്ത ലാലേട്ടൻ ഏറ്റവും അടുത്താണെന്ന് പറഞ്ഞാൽ ആൻ്റണി പെരുമ്പാവൂർ, അദ്ദേഹം ഉൾപ്പെട്ട അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുള്ള മറ്റാരൊക്കെയോ ആണ് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുന്നതും അല്ലെങ്കിൽ ഒരു കഥ എഴുതിക്കൊണ്ട് വരുന്നതിനകത്ത് ഓരോ ഭേദഗതികൾ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ 1986 സൂപ്പർ സ്റ്റാറായ ലാലേട്ടൻ പിന്നീട് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം ആറാം തമ്പുരാൻ, ഇപ്പോൾ ദേവാസുരൊക്കെ 93 ചെയ്തെങ്കിലും 97 വന്നിരിക്കുന്ന ആറാം തമ്പുരാൻ അല്ലെങ്കിൽ 2000 വന്ന നരസിംഹം, ലാലേട്ടൻ ഇന്ന് കാണുന്ന എല്ലാ ഒരു താരമൂല്യവും നേടിക്കൊടുത്തിരിക്കുന്ന സിനിമ നമുക്ക് നരസിംഹം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം നരസിംഹത്തിലൂടെ ഇനി അതിനകത്ത് എന്തൊക്കെ കാണിക്കാൻ പറ്റും അതിൻ്റെ മാക്സിമത്തിൽ ഷാജി കൈലാസ് ലാലേട്ടനെ വെച്ച് ചെയ്ത സിനിമയാണ് നരസിംഹം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളിലൂടെ ലാലേട്ടനെ നല്ല രീതിയിൽ ഒരു താരമൂല്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ളൊരു സഹായം അല്ലെങ്കിൽ സഹകരണം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആൻ്റണി പെരുമ്പാവൂർ തന്നെ ലാലേട്ടൻ്റെ ഒരു മാർക്കറ്റ്, അതായത് മറ്റുള്ള ഇപ്പോൾ തെലുങ്കരുടെ മുമ്പിലും തമിഴരുടെ മുമ്പിലും ഒക്കെ ലാലേട്ടൻ്റെ ഒരു താരമൂല്യം ഉറപ്പിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു പ്രതിഫല കാര്യത്തിനകത്ത് ലാലേട്ടൻ ഇത്തരത്തിലുള്ളൊരു പ്രതിഫലമോ വാങ്ങിക്കുന്നതെന്നൊക്കെ അദ്ദേഹത്തിലൂടെ ആൻ്റണി പെരുമ്പാവൂരിലൂടെ മറ്റ് ഇന്ത്യ ഒന്നാകെ അംഗീകരിച്ച ഒരു കാര്യം ലാലേട്ടൻ്റെ ഒരു പ്രതിഫല കാര്യങ്ങളും മറ്റും. ലാലേട്ടൻ മലയാളത്തിലോ അല്ലെങ്കിൽ പുറത്തുമൊക്കെ വാങ്ങിക്കുന്ന പ്രതിഫലം ഏകദേശം ഒരുപോലെ ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ലാലേട്ടൻ്റെ താരമൂല്യം ഇത്രയും ഉയർത്തിയപ്പം പറ്റിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ ചില പ്രത്യേക രീതിയിലുള്ള സിനിമകൾ മാത്രം ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടം. അതായത് പിന്നെ നല്ല കുടുംബകഥയാണെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ തിയേറ്ററിൽ ആൾ വന്നില്ലെങ്കിലും പിന്നീട് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് പോകുന്നുണ്ട്. അത് ഒരു കാലത്തും ലാലേട്ടൻ അത്തരത്തിലുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷേ ലാലേട്ടൻ്റെ തീവ്രമായിട്ട് ലാലേട്ടനെ ആരാധിക്കുന്ന ആൾക്കാർ, അതായത് ആദ്യ ദിനങ്ങളിൽ തിയേറ്ററിൽ ഹൗസ്ഫുള്ളാക്കുന്ന അത്തരത്തിലുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരിനി എത്ര കുടുംബകഥയെന്ന് പറഞ്ഞാലും ശരി, ഇനി എത്ര ഫാൻറ്റസി തരത്തിലുള്ള ചിത്രങ്ങളെന്ന് പറഞ്ഞാലും ശരി, ഇനി എന്തെല്ലാം ചിത്രങ്ങളെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടുന്നത് മാസ്സായിട്ടുള്ള സിനിമകളാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ളൊരു മാസ്സായിട്ടുള്ളൊരു സിനിമ ഇപ്പം ലാലേട്ടൻ ഒരുപാട് സിനിമകൾ, ഇപ്പോൾ താണ്ഡവം പോലുള്ള, ഒന്നാമൻ പോലുള്ള സിനിമകൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്തെങ്കിലും അതിനൊന്നും തിയേറ്ററിൽ വിജയിക്കാൻ പറ്റിയില്ല. കാര്യം ഇപ്പോൾ ലാലേട്ടൻ ഏറ്റവും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പം ഫാൻസിന് വേണ്ടുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മാസ് രീതിയിലുള്ള കഥാപാത്രം ലാലേട്ടൻ ഒരു ഒരുക്കിക്കൊണ്ട് വരുമ്പം അതിന് തക്ക ശക്തമായ ഒരു കഥയും കൂടെ ലാലേട്ടന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേ പ്രേക്ഷകർ തന്നെ കൈവഴിയും. അപ്പോൾ ചില പ്രത്യേക കഥകളിലേക്ക് അല്ലെങ്കിൽ ചില പ്രത്യേക കഥാപാത്രങ്ങളിലേക്ക് മാത്രം
ലാലേട്ടൻ്റെ സിനിമകൾ വന്ന് പെട്ടുപോയി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ മാത്രം കാണാൻ വേണ്ടി പ്രേക്ഷകർ, അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ പ്രതീക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പോൾ ലാലേട്ടൻ്റെ ജീവിതത്തിൽ തന്നെ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയായിട്ടുള്ള ആളിന് ഉള്ള സ്വാധീനം ഈ അടുത്ത കാലത്ത് പറഞ്ഞതാരാ എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഫാസിൽ, ഡയറക്ടർ ഫാസിൽ, അതായത് ഫഹദ് ഫാസിലിൻ്റെ ചിറ്റപ്പൻ, അത് അച്ഛൻ്റെ അനിയൻ ഖയസ് എന്ന് പറയുന്ന ഫാസിലിൻ്റെ അനിയൻ, അദ്ദേഹം ലാലേട്ടൻ ഇടയ്ക്ക് ഒരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയും ലാലേട്ടൻ അത് ഓക്കെ പറയുകയും സിദ്ദിഖ് ഡയറക്റ്റ് ചെയ്യാൻ നിന്നൊരു സിനിമ. പിന്നീട് ഈ ലാലേട്ടൻ തന്നെ ഖയസിനോട് ആൻ്റണി പെരുമ്പാവൂരിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് ആൻ്റണി പെരുമ്പാവൂർ പറ്റത്തില്ല, നമുക്ക് നേരിട്ട് സംസാരിക്കാം, ആൻ്റണി പെരുമ്പാവൂരിനോട് പറയാൻ എനിക്ക് താല്പര്യമില്ലെന്നുള്ള രീതിയിലൊക്കെ ഈ ഖയസ് സംസാരിച്ചപ്പം ലാലേട്ടൻ പിന്നെ ഒരു മയവും കാണിക്കാതെ ആ ഖയസിൻ്റെ സിനിമ തന്നെ ഒഴിവാക്കി വിട്ടെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വായിക്കാനിടയായി, അല്ലെങ്കിൽ നമുക്ക് കാണാനിടയായി. അപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ലാലേട്ടൻ്റെ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ലാലേട്ടൻ്റെ താരമൂല്യം ഇത്രയും ഉയർത്തുന്നതിനകത്ത് വളരെ പ്രധാനം. അതായത് ലാലേട്ടനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ ലാലേട്ടൻ്റെ മുന്നിലെത്തിക്കുന്ന ആൻ്റണി പെരുമ്പാവൂർ കേട്ടിട്ട് ലാലേട്ടൻ്റെ മുന്നിലെത്തിക്കുന്ന കഥകൾ ശരിയാണോ എന്നുള്ള കാര്യത്തിനകത്ത് മാത്രമാണ് സംശയം. കാര്യം ആ ഒരു രീതി മാറ്റിപ്പിടിക്കേണ്ടുന്ന സമയം കഴിഞ്ഞു. കാര്യം എളുപ്പത്തിൽ ഇനി ലാലേട്ടൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരത് അംഗീകരിച്ചെന്ന് വരത്തില്ല ലാലേട്ടൻ്റെ പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുന്നത്. കാര്യം അവരുടെ മനസ്സിൽ എപ്പോഴും ലാലേട്ടൻ മുണ്ടു മടക്കി കുത്തി മീശ വിരിച്ചു വരുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളിലേക്ക് കൂടുതൽ സ്നേഹിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തക്ക രീതിയിലേക്ക് ലാലേട്ടനെ ഒരുക്കിക്കൊണ്ട് വന്നു, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആൻ്റണി പെരുമ്പാവൂരും ലാലേട്ടനും ഒക്കെ ശ്രമിച്ചത് നടന്നതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഒരു പെട്ടെന്നൊരു മാറ്റത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കഥകളോ അവരാരും അംഗീകരിക്കാൻ തയ്യാറാകത്ത്. ഇപ്പോൾ ലാലേട്ടൻ പോലും പറയുന്ന രീതിയിൽ ആദ്യം ആൻ്റണി പെരുമ്പാവൂർ കേട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ലാലേട്ടനിലേക്ക് എത്തൂ എന്ന് പറയുമ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞ അദ്ദേഹത്തിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ഒരു പക്ഷേ ചിലപ്പോൾ അദ്ദേഹം ഒഴിവാക്കി വിടുന്ന സിനിമകളായിരിക്കും മറ്റുള്ള പലരും വന്നിട്ട് ഇന്ന് ഹിറ്റാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും കാലത്തിനനുസരിച്ച് മാറണം. ഇപ്പോൾ ലാലേട്ടനെ ആൻ്റണി പെരുമ്പാവൂർ കുറച്ചുകൂടെ ഗൗരവത്തിൽ ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കണം. പിന്നെ അദ്ദേഹത്തിനെക്കാട്ടിലും എന്തായാലും സിനിമയിൽ എക്സ്പീരിയൻസ് കൂടുതൽ ലാലേട്ടനാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം ഈ ആൻ്റണി പെരുമ്പാവൂർ കഥ കേൾക്കാൻ നിൽക്കാതെ നേരിട്ട് അവരെ ലാലേട്ടൻ്റെ അടുത്ത് എത്തിച്ച് ലാലേട്ടനോട് കഥ പറഞ്ഞ് ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത്തരത്തിലുള്ളൊരു സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. കാരണം ലാലേട്ടൻ ഈ അടുത്ത കാലത്ത് ഒരു നേര് സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേ പറഞ്ഞ കണക്ക് എനിക്കിഷ്ടപ്പെടുന്ന കഥ ആൻ്റണിക്ക് ഇഷ്ടപ്പെടത്തില്ല, ആൻ്റണിക്ക് ഇഷ്ടപ്പെടുന്ന കഥ എനിക്കിഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറഞ്ഞേക്കാം. അങ്ങനല്ല, ആൻ്റണി പെരുമ്പാവൂരിന് അല്ല ഇഷ്ടപ്പെടേണ്ടത്, അത് ഇഷ്ടപ്പെടുന്നത് ലാലേട്ടന് തന്നെയാണ്. ലാലേട്ടൻ തന്നെയാണ് തീരുമാനിക്കേണ്ടുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് സിനിമയിൽ അത്രത്തോളം വലുതാണ്. അപ്പം അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാൻ പറ്റും, അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ. അപ്പോൾ അത്തരത്തിൽ ലാലേട്ടൻ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വന്ന് കൈകാര്യം ചെയ്ത് പോയാൽ നല്ല നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവും. അതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുടരും എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ്, തിയേറ്ററിലൊരു നല്ല വിജയം നേടിയെടുക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കണം. ഇപ്പോൾ എമ്പുരാൻ പോലുള്ള സിനിമകളുടെ പുറകെ പോകുന്നതിനേക്കാട്ടിലും നല്ലത് തുടരും പോലുള്ള സിനിമകൾ, അത്തരത്തിലുള്ള സിനിമകൾ വന്നാൽ കഴിഞ്ഞാൽ പ്രേക്ഷകൻ വീണ്ടും ആ ഒരു കഴിഞ്ഞ കാലത്തിലേക്ക് എത്തി ലാലേട്ടൻ്റെ സിനിമകൾ വീണ്ടും ഒരു സുവർണ്ണ കാലഘട്ടം തിയേറ്ററിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. താങ്ക് യു.